ദുബായ് പോയി വന്ന് ക്ഷീണം മാറി റെസ്റ്റൊക്കെ കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് നമ്മൾ റാസൽ ഖൈമ തന്നെയാണ് കറങ്ങിയത്. റാസൽ ഖൈമയിൽ ആദ്യം നമ്മൾ പോയത് അവർ സ്ഥിരം പോകാറുള്ള അവരുടെ രാജ്യത്തേക്കാണ്, ലെപ്റ്റിസ്. ഈ ലെപ്റ്റിസിൽ നിന്നാണ് അവർ സാധനങ്ങൾ മേടിക്കാറ്. ഞങ്ങളൊക്കെ എന്ന് വിളിച്ചാൽ ലെപ്റ്റിസിൽ പോവുക എന്ന് പറയുന്നത് കേൾക്കാറുണ്ട്. ഏതാണ് ആ ലെപ്റ്റിസ് എന്ന് കാണാൻ ഈ ശുണ്ടുമണിനെ ഞങ്ങൾ ആ ട്രോളിയിൽ കയറ്റിയിരുത്തി. ഇവിടെയും അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ട്. ഇവരുടെ വീടിൻ്റെ അടുത്തുള്ളൊരു സൂപ്പർ മാർക്കറ്റാണ്. എല്ലാം കിട്ടും അവിടെ, എന്ത് വേണേ. ഇപ്പം സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റിലും എല്ലാം കിട്ടും. അവിടെയും നാടൻ സാധനങ്ങളും അവിടുത്തെ സാധനങ്ങളും എല്ലാ സാധനങ്ങളും കിട്ടും. 1-2 സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി ചേട്ടൻ മാത്രം പോയാൽ മതിയായിരുന്നു. വീട്ടിൽ ബോറടിച്ചപ്പോൾ ഞാനും കൂടെ കയറി പോയെന്നുള്ളൂ. കുറേ ഡെക്കറേഷൻ ഐറ്റംസും സ്വെറ്ററുകൾ, പെർഫ്യൂംസൊക്കെ എവിടെ തിരിഞ്ഞാലും പെർഫ്യൂംസാണ്. പിന്നെ ടോയ്സ്, കുറേ സാധനങ്ങൾ നമുക്കിങ്ങനെ കണ്ട് നടക്കാം. ഇവിടെയൊക്കെ നല്ല ഓഫറുള്ള സ്ഥലമാണ്. അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് കുറേ ഓഫറുകളൊക്കെ ഉണ്ട്. എവിടെ തിരിഞ്ഞാലും ഓഫറുകളാണ്. ഓരോ സാധനങ്ങൾക്ക് ഓരോ ഓഫറുകളാണ്. അങ്ങനെ പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങി ബില്ലിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇത് അവർ താമസിക്കുന്ന യെല്ലോ ബിൽഡിങ്ങിൻ്റെ എൻട്രൻസ് ആണ്. ഈ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ തന്നെ കുറേ ഈന്തപ്പനകളുണ്ട്. പിന്നെ കൂടുതൽ ഞാനവിടെ കണ്ടത് നീം ട്രീസാണ്. എവിടെ തിരിഞ്ഞാലും നീം ട്രീസ്, എங்கே பார்த்தாലും നീ എന്ന് പറയുന്ന പോലെ. പിന്നെ അന്ന് തന്നെ രാത്രി ഞങ്ങൾ കാരിഫോർ എന്ന് പറഞ്ഞൊരു മാളിലേക്ക് പോയി. അവിടെ കളിക്കാൻ വേണ്ടി മാത്രം എക്സ്ക്ലൂസീവായിട്ടുള്ളൊരു സ്ഥലമാണ്. അതായത് മാളിലൊരു പ്ലേ ഏരിയ, പക്ഷേ ആകെ 2 ഫ്ലോറാണുള്ളൂ അവിടെ എല്ലാ മാളുകളും. ഞങ്ങൾ കളിക്കാൻ വേണ്ടി മാത്രമാണ് അവിടെ പോയത്. അപ്പോൾ ആദ്യം ശുണ്ടുമണി യൂണിക്കോണിൽ കയറിയിരുന്ന് കളിച്ചു. ഒരു അമ്യൂസ്മെൻറ്റ് പാർക്ക് സെറ്റപ്പ് തന്നെ. അവിടെയൊക്കെ കാണുന്ന വലിയ വലിയ ഐറ്റങ്ങളൊക്കെ ഇവിടെയുണ്ട്. ഈ പെട്ടെന്ന് മുകളിലേക്ക് പോയിട്ട് ബസ് താഴെ വന്നിറങ്ങുന്നത്, പിന്നെ ജയിൻറ്റ് വീല് പോലത്തെ അങ്ങനത്തെ കുറേ സാധനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. റോളർ കോസ്റ്റർ, കുട്ടികളുടെ റോളർ കോസ്റ്റർ, പിന്നെ നമ്മുടെ എക്സിബിഷൻ്റെ ഒക്കെ കാണാവുന്ന പോലത്തെ അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ഗെയിംസുകൾ, അങ്ങനത്തെയൊക്കെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. കളിക്കുകയും ചെയ്തു. എന്നിട്ട് നമ്മൾ അവളെന്നെ ചെറിയ പിള്ളേരുടെ റോളർ കോസ്റ്ററിൽ കയറിയിരുത്തി. കയറുന്ന വരെ എനിക്ക് ട്രെയിൻ വേണം എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടുത്തെ പെണ്ണിനോട് ട്രെയിൻ വേണമെന്ന് പറഞ്ഞ് മനസ്സിലാക്കി. ഇത് ഓടിച്ചെന്ന് കിട്ടിയപ്പോൾ അതിന് കാറാണ് കിട്ടിയത്. പിന്നെ അത് കാറിൽ അങ്ങോട്ട് സംതൃപ്തയായി. കാറൊക്കെ കളിച്ച് ഞങ്ങൾ പിന്നെ ഇറങ്ങി. പിന്നെ ഞങ്ങൾ പോയത് വലിയവരുടെ കാർ ഓടിക്കാനായിരുന്നു. ഞാൻ ആക്ച്വലി ബാഗും ഫോണൊക്കെ ഇട്ടിട്ടാണ് പോയത്. അപ്പോൾ അവർ പറഞ്ഞു ബാഗും ഫോണും അലൗഡ് അല്ല എന്ന് പറഞ്ഞ് ഞാൻ പിന്നെ അത് ഊരി കൊടുക്കുമ്പോഴേക്കും 1-2 കാറുകളൊക്കെ എനിക്ക് മിസ്സായി. അവസാനം എനിക്ക് കിട്ടിയത് ഈ പിങ്ക് കാറായിരുന്നു. ഞാൻ ഒരു വിധം അതിൽ പെടാതെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന ഈ ഓറഞ്ച് കാറും പച്ചക്കാറും ഇല്ലേ, അവരെന്നെ ഒരു രീതിക്കും എന്നെ കാർ ഓടിക്കാൻ അവർ സമ്മതിച്ചത്. ഞാൻ വെറുതെ ലൈസൻസ് എടുത്ത അവസ്ഥ ഈ കാർ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ. ഇവർ പരസ്പരം അവരെ തന്നെ ഇടിക്കുകയാണ്. പിന്നെ എന്തോ അവരെൻ്റെ വണ്ടിയിൽ മാത്രമേ വന്ന് ഇടിച്ചിരുന്നുള്ളൂ. ഞാനിങ്ങനെ കിടന്ന് ഇവർ ഇടിക്കണ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇവരുടെ അടുത്ത് പെട്ടാൽ ഞാൻ പെടും എന്ന് കരുതിയിട്ട് ഞാൻ അങ്ങനെ അങ്ങോട്ട് വഴുതി അവരെ എത്തുമ്പോഴേക്കും തിരിഞ്ഞും മറിഞ്ഞൊക്കെ പോയിക്കൊണ്ടിരുന്ന എന്നെ അവരൊരു പോയിൻ്റ് എത്തിയപ്പോൾ ബ്ലോക്ക് ചെയ്തു. അതായത് വേണമെന്ന് വെച്ചിട്ടല്ല, അവർക്ക് അറിയണില്ല, എനിക്കും അറിയണില്ല. ഇതാണെങ്കിൽ ഒരു സഡൻ ടൈം കഴിഞ്ഞാൽ ബാക്കും ഫ്രണ്ടും ഒന്നും പോകണില്ല. അങ്ങനെ ഒരു വിധം ഞാൻ ഈ അവരെ എത്താണ്ട് ഞാൻ വന്ന വഴി തന്നെ വന്നും പോയൊക്കെ ഇരുന്ന് അവസാനം എന്താക്കി, ഞാനൊരു വഴിയിൽ അങ്ങോട്ട് പെട്ടുപോയി. ഇവർ രണ്ടാളും ഭയങ്കര ജോളിയായിട്ട് എല്ലാവരും ഇടിച്ചിടിച്ച് നിൽക്കുക. അവരേനെ ഇടിക്കുക. ഞാൻ എന്നിട്ട് ഒരുവിധം ആ പച്ചവണ്ടിക്കാരനെ എങ്ങനെയൊക്കെയോ എസ്കേപ്പ് ആക്കിയിട്ട് ഞാനൊരു സൈഡിൽ കൂടെ വന്നപ്പോൾ ഈ ഓറഞ്ച് വണ്ടിക്കാരി എന്നെ അവിടെ വീണ്ടും തടഞ്ഞു. എന്നിട്ട് ഞാൻ അവരുടെ കയ്യിൽ നിന്ന് അങ്ങനെ രക്ഷപ്പെട്ട് ഞാനിങ്ങനെ ഫ്രണ്ടിൽ നിന്ന് കറങ്ങി ബാക്കിലേക്ക് പോയോ, ഞാൻ പെട്ടുപോയി. ഇതാണെങ്കിൽ ലൈക്ക് നമുക്ക് ഉന്തിയിട്ട് ആക്സിലേറ്റർ ചവിട്ടിയിട്ട് ഇത് പോണില്ല. അങ്ങനെ ഞാൻ എങ്ങനെയൊക്കെയോ ഒരുവിധം ബുദ്ധിമുട്ടി രക്ഷപ്പെട്ട ആ ബാക്കിൽ ഞാൻ പെട്ടുപോയി ഗൈസ്. ഞാൻ ശരിക്കും പെട്ടു. അവിടെ ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് ഈ ഓറഞ്ച് വണ്ടിയും പച്ച വണ്ടിയും എന്നെ പെടുത്തി കളഞ്ഞു. എൻ്റെ ഒരു 5-10 മിനിറ്റ് അവിടെ തന്നെ പോയി. അവിടെ കറങ്ങി ഇവിടെ കറങ്ങി ഇയാൾ രക്ഷപ്പെട്ടു പോന്നു. ബാക്കിൽ ഞാനും ആ ഓറഞ്ച് വണ്ടിക്കാരിയും കൂടെ ആകെ ലിറ്ററലി ഞാൻ പെട്ടു. പക്ഷേ ഇപ്പുറം കുറേ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങോട്ട് പോയ എന്നെ തിരിച്ച് വരണത് കാണാണ്ട് എൻ്റെ കൊച്ച് ഭയങ്കര കരച്ചിലായിരുന്നു. എന്നെ കാണാലുണ്ട്. ഞാൻ വിചാരിച്ച് ഈ ട്രിപ്പ് തുടങ്ങിയപ്പോൾ തൊട്ട് ഞാൻ ഈ വീഡിയോസൊക്കെ എടുക്കണം കണ്ടപ്പോൾ അവൾ പറഞ്ഞു അവൾക്ക് വീഡിയോ എടുക്കണമെന്ന്. ആ വീഡിയോ എടുക്കാൻ ഫോൺ കൊടുക്കാത്തതുകൊണ്ടാണെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ എൻ്റെ കൊച്ചിന് എന്നെ കാണാണ്ടുള്ള വിഷമം കൊണ്ട് അവൾ അങ്ങോട്ട് കരഞ്ഞു പോയി. അവസാനം എന്തായി, എൻ്റെ ട്രിപ്പും വെറുതെ പോയി, എനിക്ക് കാർ ഓടിക്കാനും പറ്റിയില്ല. അവർ ടൈം കഴിഞ്ഞുകൊണ്ട് ബെല്ലും അടിച്ചു.
അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വേറെ ഈ കളി കളിക്കാൻ പോയി. ഈ കളിയുടെ ഇടയിലുണ്ടല്ലോ, ഞാൻ അവൾക്ക് അറിയില്ല എന്ന് വിചാരിച്ചു. അവൾ ഭയങ്കര വില്ലത്തിയാണ്. അവൾ ഇതൊക്കെ സ്ഥിരം കളിക്കുന്ന കാരണം അവൾക്ക് ഏതാണ് ആരുടെ ആണ് പോയിൻ്റ് എന്നറിയാം. ഞാൻ ഈ കളിയുടെ ആവേശത്തിൽ കയറിയിട്ട് അവളെ തോൽപ്പിച്ച് പോയി. ഞാൻ ഭയങ്കര പ്ലെയർ ലെവലിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക, പക്ഷേ അവൾ തോറ്റുപോയി. അവൾ തോറ്റപ്പോൾ അത് പിണങ്ങി. പിന്നീടാണ് എനിക്ക് മനസ്സിലായേ, എനിക്കാണ് ബോധമില്ലാത്ത അവൾക്ക് ബോധമുണ്ട്. ഏതാണ് എവിടെയാണ് പോയിൻ്റ് എന്നുള്ളതൊക്കെ അവൾക്ക് നന്നായി അറിയാമെന്നുള്ളത്. ഞാൻ പക്ഷേ വേണമെന്ന് വെച്ച് തോൽപ്പിച്ചിട്ടൊന്നുമില്ല. കുറച്ചൊക്കെ പോയിൻറ്റ്സ് അവൾ തന്നെ എനിക്ക് വിട്ടു തന്നതാണ്. അത് കഴിഞ്ഞപ്പോൾ അപ്പുറത്ത് ഈ ചേട്ടനെ കളിക്കാൻ വെച്ചു. അപ്പോൾ ഇവള് തോറ്റ വിഷമത്തിൽ ഞാൻ പറഞ്ഞു ഞങ്ങൾ രണ്ടാളും കളിക്കണം. അവസാനം എന്തായി, ഇവർ രണ്ടാളും കളിച്ച് എനിക്കില്ലാത്ത സ്നേഹം അവനും ഒന്നും കൊച്ചിൻ്റെ നോക്കി. അവന് ഇവൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ സ്ലോ ആയിട്ട് കളിക്കുക, ഞങ്ങൾ ഫാസ്റ്റ് കളിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. ബാക്കി ഗോളൊക്കെ ഞങ്ങളുടെ ഞങ്ങളെ വീട്ടിൽ വീണ്ടും ആ ചെക്കൻ ചോദിച്ചു. ആ ചെക്കൻ്റെ പ്രശ്നമായിട്ട് ഇനി ഒന്ന് പറഞ്ഞ പ്രശ്നമായിട്ട് വെച്ചു. പിന്നെ അവനെ സമാധാനിപ്പിച്ച് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു. ഞങ്ങൾ കാർ ഓടിക്കാൻ പോയി. കാർ ഓടിക്കാൻ ചേട്ടൻ ഭയങ്കര എക്സ്പേർട്ടായിരുന്നു. ചേട്ടനും കുട്ടനും കൂടെ ആദ്യം കളിച്ചു. പിന്നെ അവരുടെ കളി കഴിഞ്ഞപ്പോൾ ഞാനും കൊച്ചും കൂടെ കളിച്ചു. ഈ കളിക്കുന്ന ഈ ഗെയിം ഉണ്ടാകും ഞാൻ ആദ്യമായിട്ട് കാണുക കേട്ടോ. വെള്ളം ഒടിച്ച് തീ കെടുത്തുക എന്നുള്ളത് ഇതൊരു നല്ല ഗെയിമായിരുന്നു. ലൈക്ക് നമ്മൾ തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ആവട്ടെ ഇവട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഗെയിം എനിക്ക് നല്ല ഇഷ്ടമായി. പക്ഷെ നമുക്ക് കളിക്കാൻ പറ്റാത്തതുകൊണ്ട് അവൾ കളിക്കുന്നത് കണ്ട് ഞാൻ അങ്ങോട്ട് സന്തോഷിച്ചു. പിന്നത്തെ ഞങ്ങൾ ബൈക്ക് ഓടിക്കാനായിരുന്നു. അപ്പുറത്ത് ചേട്ടനും ഇപ്പുറത്ത് ഞാനും നിന്നിട്ട് ഞങ്ങൾ മൂന്നാളും കൂടെ ഒറ്റ ബൈക്കിൽ നിന്ന് അതിൻ്റെ വൃത്തിക്ക് ഓടിച്ചു. കളിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എക്സ്പ്ലോറിങ് ആണ്. അപ്പം നമ്മൾ മാളൊന്ന് നടന്ന് എക്സ്പ്ലോർ ചെയ്തു. പരിചയമുള്ള കട ലെൻസ് കാർട്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്തെന്നുള്ളൂ. ബാക്കിയൊക്കെ പിന്നെ അവിടുത്തെ കടകൾ നന്നായിരുന്നു. അല്ലാതെ നമുക്ക് എന്ത് പറയാൻ പറ്റും, നല്ല ക്ലീൻ പ്ലേസാണ്. നല്ല ക്ലീൻ പ്ലേസ്, ഏത് നേരവും ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക. ആൻഡ് നോവോ സിനിമാസ് അവരുടെ ഒരു തിയേറ്ററാണ്. അത് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്തു എന്നുള്ളൂ. ഈ പെർഫ്യൂംസും ഊത് അങ്ങനത്തെ ഈ ഫ്രേഗ്രൻസ് ഐറ്റംസ് ഒന്നും ഇല്ലാത്ത ഒരു പരിപാടിയും അവിടെ എവിടെയും ഇല്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. ഇതില്ലാണ്ടുള്ളൊരു കളിയില്ല. പിന്നെ കാറൊക്കെ മാളിൽ തന്നെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ മാളെന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലത്തെ പോലെ ഒരു കുഞ്ഞു മാളല്ല. ഇത് കുറേ നടക്കാനുണ്ട്. നടന്ന് 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 നമ്മൾ തളർന്നു പോവും. എൻ്റെയും അമ്മയുടെയൊക്കെ നടുവൊക്കെ രണ്ട് കഷ്ണമായിപ്പോയി നടന്ന് വയ്യാണ്ടായിട്ട്. ലൈക്ക് മാളിങ്ങനെ കടൽ പോലെ നീണ്ടു നിവർന്ന് കിടക്കുക. അതിൻ്റെ ഉള്ളിൽ നമുക്ക് വണ്ടിയിൽ പോകാൻ പറ്റില്ലല്ലോ. നടന്ന് നടന്ന് മനുഷ്യൻ തളർന്നു പോയി. അവസാനം ഞങ്ങളൊരു പിസ്സ കഴിക്കാൻ പോയി. അവിടുത്തെ ഈ മാളെന്നുള്ളത് എക്സ്ക്ലൂസീവ്ലി ഫോർ അറബികളുടെയാണ്. ഇവിടെ നിന്നാണ് അറബികൾ സാധനങ്ങൾ മേടിക്കാത്തത്. ഈ ഫുഡുകളൊക്കെ അറബികൾ കഴിക്കുന്ന ഫുഡുകളാണ്. ലൈക്ക് ഇവിടുന്ന് വിശ്വസിച്ച് കഴിക്കാത്തത്. കാരണം അറബികൾക്ക് വയ്യാതായി കഴിഞ്ഞാൽ അവർക്ക് പ്രശ്നമാവുമല്ലോ. അപ്പോൾ ഇവിടുന്നാണ് അറബികൾ സാധനങ്ങൾ മേടിക്കുക, അറബികൾ ലൈക്ക് ഭക്ഷണം കഴിക്കുക എന്നൊക്കെ. അതായത് ആ പ്രദേശത്തുള്ള അറബികൾ, ദുബായിലത്തെ എല്ലാ അറബികളും എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, ആ പ്രദേശത്തെ അറബികൾ അവിടെ നിന്നാണ് സാധനങ്ങൾ മേടിക്കാത്തത്. അപ്പോൾ അവിടുത്തെ സാധനങ്ങൾ വളരെ ഫ്രഷും
നല്ല സാധനങ്ങളും ആയിരിക്കുമെന്ന്. ഞാൻ കാണാത്ത കുറേ മീനുകൾ കണ്ടു. ഈ ഫിഷസൊക്കെ ഭയങ്കര ഫ്രഷാണ്, നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇത് ഫുള്ള് ഈ നേരമായിട്ടും അത് ഈ ഐസിൽ കിടന്നിട്ടായിരിക്കും നാശാവാത്ത. പക്ഷേ ഇവിടുത്തെ സാധനങ്ങൾ നമുക്ക് വിശ്വസിച്ച് മേടിക്കാമെന്നാണ് ചേട്ടൻ ഷേക്ക് പറഞ്ഞ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ അവിടുത്തെ പിസ്സ ഞാനും ചേട്ടനും കുട്ടിയും കഴിച്ചു. ചേച്ചിക്കുള്ളത് പാഴ്സൽ വാങ്ങി, അതിൽ നിന്ന് അമ്മ ഷെയർ ചെയ്തു. ആൻഡ് ദാറ്റ്സ് ഓൾ. കാരിഫോർ ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഇതാണ് റാസൽ ഖൈമയിലെ അറബികൾ അധികം പോയി പർച്ചേസ് ചെയ്യുന്ന ഒരു മാൾ എന്നാണ് എനിക്ക് അറിഞ്ഞത്. അപ്പോൾ അത്രേ ഉള്ളൂ, ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. ഇനി അടുത്ത് ഞങ്ങൾ പോയ വീഡിയോവുമായിട്ട് ഞാൻ വീണ്ടും വരാമെന്ന് പറഞ്ഞതുകൊണ്ട് ടാറ്റ ആൻഡ് ബൈ ബൈ.